സന്ദർശക വിസയിൽ യുഎഇയിൽ ജോലി തേടി എത്തുന്നവരെ കണ്ടെത്താൻ യുഎഇയിലെ വിമാനത്താവളങ്ങൾ തയ്യാറെടുക്കുന്നു. സന്ദർശക വിസയിൽ തൊഴിൽ അന്വേഷിക്കരുതെന്നത് കർശന നിയമമാണ്. ഇങ്ങനെ വരുന്നവരെ കണ്ടെത്താനായി യുഎഇ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ വിഭാഗം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അധികൃതർ നിർദ്ദേശിച്ച കൃത്യമായ യാത്രാരേഖകളില്ലാത്ത ആളുകളെ ദുബായ് വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചിരുന്നു. യുഎഇയിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിസ വിവരങ്ങളും ഫോൺ നമ്പറുകളും വിലാസങ്ങളും നൽകിയിട്ടും അവരെ യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. യാത്ര റദ്ദാക്കിയ യാത്രക്കാർക്ക് പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, അവരുടെ യാത്രകൾ റീഷെഡ്യൂൾ ചെയ്യാനും ഇമിഗ്രേഷൻ വിഭാഗം അനുവദിച്ചില്ല. മതിയായ രേഖകളില്ലാതെ യാത്രക്കാർ യുഎഇയിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എയർലൈൻ കമ്പനികൾക്കായിരിക്കുമെന്നതിനാൽ ഇനി മുതൽ വിസിറ്റിംഗ് വിസയിൽ യുഎഇയിലേക്ക് പോകുന്നവർ ടിക്കറ്റും വിസ, റിട്ടേൺ ടിക്കറ്റ് എന്നിവ കൂടാതെ ഹോട്ടൽ ബുക്കിംഗിന്റെ രേഖകളും അവരുടെ ചെലവുകൾക്കായി 5000 ദിർഹവും എന്നുവച്ചാൽ 1.3 ലക്ഷം രൂപയും കൈവശം വെക്കണമെന്നാണ് എയർലൈൻ കമ്പനികളുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ. മാത്രമല്ല, ഒരു മാസത്തെ വിസയ്ക്ക് 3000 ദിർഹവും എന്നാൽ 68,000 രൂപ യാത്രക്കാർ കൊണ്ടുപോകുകയോ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുകയോ വേണമെന്നാണ് മറ്റൊരു അറിയിപ്പ്. ഈ തുക ക്രെഡിറ്റ് കാർഡുകളിൽ ഉണ്ടായാലും യാത്ര അനുവദിക്കും. നിലവിൽ നിയമലംഘനമായി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ കമ്പനികൾ ഒരു യാത്രക്കാരന് 5000 ദിർഹം വരെ കനത്ത പിഴ ചുമത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ വിസിറ്റിംഗ് വിസ നടത്തുന്നവർ ഈ മാർഗനിർദ്ദേശം കർശനമായി പാലിച്ചു വേണം യാത്ര ചെയ്യാൻ.